നമ്മൾ ഇന്ന് ബൂട്ട്സ്ട്രാപ്പ് മാത്രം യൂസ് ചെയ്ത് എങ്ങനെ ഒരു വെബ് പേജിൻ്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ എബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എബൌട്ട് സെക്ഷനിലേക്ക് പോകും. അതേപോലെ കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്റ്റ് സെക്ഷനിലേക്ക് പോകും. പിന്നെ ഒരു ഫൂട്ടർ സെക്ഷൻ, അതേപോലെ ഒരു നൗ ബാർ. നമ്മുടെ ഈ ഹോം പേജിൽ ഓടാൻ വേണ്ടിയിട്ട് ഹോം എന്നും കൊടുത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് വെച്ച് ചെയ്യാൻ നോക്കാം. ഞാനിന്ന് VS കോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ VS കോഡിൽ പെട്ടെന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യട്ടെ. demo.html ക്രിയേറ്റ് ചെയ്തു. ഇനി HTMLൻ്റെ മെയിൻ ടാഗ്സ് ഒക്കെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബൂട്ട്സ്ട്രാപ്പിനെ കണക്ട് ചെയ്യണ്ടേ. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ getbootstrap.comൻ്റെ അകത്ത് പോയി ഡോക്സിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന സെക്ഷനിൽ CDN ഡെലിവർ ലിങ്കുകൾ ഇവിടെ കിട്ടും. അതായത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഇവർ ഹോസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ലിങ്ക് വഴി കണക്ട് ചെയ്യാം. അപ്പോൾ അത് കോപ്പി ചെയ്ത് നമ്മുടെ ഹെഡ് ടാഗിൽ വന്ന് പേസ്റ്റ് ചെയ്തു. ഇനി അതേപോലെ ഞാൻ ഇന്ന് MDB ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷനിൽ പോവാം. ഇതിൻ്റെയും CDN ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ JS ടാഗും ഉണ്ട്, CSSൻ്റെ ലിങ്കും ഉണ്ട്. JS എടുത്തിട്ട് സ്ക്രിപ്റ്റ് ടാഗിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ MDB ബൂട്ട്സ്ട്രാപ്പും bootstrap.com എന്ന് പറയുന്ന രണ്ട് സൈറ്റുകളും എൻ്റെ HTML പേജുമായിട്ട് കണക്റ്റായി. ഇനി നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ഈ നാവ് ബാർ വേണോ അല്ലേ? അപ്പോൾ അത് ഓൾറെഡി MDBയിൽ അവൈലബിൾ ആണ്. അത് ആ സെയിം ഡിസൈൻ നമുക്ക് കിട്ടും. നാവ് ബാർ എന്ന് സെർച്ച് ചെയ്യുക. ഈ നാവ് ബാർ ആണല്ലോ ഇത് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടുന്ന് ഷോ കോഡിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നമ്മുടെ ബോഡി ടാഗിൽ വന്ന് പേസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ കാണാം സം ന്യൂസ്, അനദർ ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ഡാഷ്ബോർഡൊക്കെ മാറ്റിയിട്ട് ഹോം, എബൌട്ട്, കോണ്ടാക്റ്റ്. ഇനി ഹോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവണം? ഈ പേജ് ലോഡ് ആവണ്ടേ? ഇപ്പോൾ demo.html തന്നെ കൊടുത്തു. നമുക്കിത് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഹോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേജ് തന്നെയാണ് ലോഡ് ആവുക. ഇനി എബൌട്ടും കോണ്ടാക്റ്റും ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇനി വെബ്സൈറ്റിൻ്റെ സ്പോട്ട് ലൈറ്റ് ചെയ്യുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് MDBയുടെ അകത്ത് പോയിട്ട് കെറോസൽ എന്ന് സെർച്ച് ചെയ്യാം. കുറേ ഡിസൈൻസ് ഉണ്ടാകും, ഏതാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്ത് എടുത്താൽ മതി. കെറോസൽ. ഓക്കെ, നമുക്ക് ഈ ഒരു ഡിസൈൻ എടുക്കാം. ഷോ കോഡിൽ ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക, HTML വരെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സ്പോട്ട് ലൈറ്റ് വന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താ? എബൌട്ട് പേജ്. അപ്പോൾ എബൌട്ട് പേജിൽ എന്തൊക്കെയുള്ളത്? ഒരു ഇമേജും ഉണ്ട്, ഒരു പാരഗ്രാഫും ഉണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാം. div ടാഗ് കഴിഞ്ഞിട്ട് ഞാനൊരു div ക്ലാസ് ആദ്യം നമുക്ക് എബൌട്ട് ചെയ്യണമല്ലോ. div ID എബൌട്ട് കൊടുത്തു. ഇനി div ക്ലാസ് കണ്ടെയ്നറിൻ്റെ അകത്ത്, div ക്ലാസ് റോഡ് അകത്ത് വേറൊരു div ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഞാൻ ആ p ടാഗ് എഴുതുവാണ്. ഡെമോ ടെക്സ്റ്റ് കൊടുക്കുക. ഇനി അതേപോലെ അടുത്ത ഡിവിൻ്റെ അകത്ത് ഒരു ഇമേജും കൊടുക്കാം. നെക്സ്റ്റ് ഡിവിൻ്റെ അകത്ത് IMG ടാഗ് കൊടുത്തു, ഇമേജ്. ഇങ്ങനെ പ്രൊജക്റ്റിലേക്കുള്ള അസറ്റ്സുകൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വേണ്ട ഫോണ്ട്, ഇമേജസ്, ഐക്കൺസ് ഇതൊക്കെ പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ അകത്ത് ആ ഡയറക്ടറിയിൽ തന്നെ വേണം, എന്നാലേ അത് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. ഇമേജ് ഇവിടെ വന്നിട്ട് പാരഗ്രാഫും ഇവിടെ ഉണ്ട്. ഓക്കെ, പാരഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം അതിനെ അലൈൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ div ക്ലാസ് റോഡ് അകത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കോളമായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലാസ് കോള് MD6 എന്ന് കൊടുക്കാം. നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്താൽ പോരെ. അപ്പോൾ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് MD6 കൊടുത്തു. ഇമേജിന് അതേപോലെ കോൾ MD6 കൊടുത്തു. അതേപോലെ ഇമേജിന് ഞാൻ വിടുത്തൊരു 100 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇമേജും വന്നിട്ടുണ്ട്, ആ പാരഗ്രാഫ് ഇവിടെ തന്നെയുണ്ട്.
ഇനി എന്താ, എബൌട്ടിന് അകത്ത് നമുക്കൊരു ഹെഡിങ് കൊടുക്കണം. ഞാനൊരു H2 ടാഗിൻ്റെ അകത്ത് എബൌട്ട് സെക്ഷൻ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കാം. ഇതിന് നമുക്ക് അലൈൻ സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ എന്ന് കൊടുത്തു. എബൌട്ട് സെക്ഷനും വന്നു. ഇനി നെക്സ്റ്റ് എന്താ ഉള്ളത്, ഇനി എബൌട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സെക്ഷൻ വരണോ അല്ലേ. എബൌട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ലോഡ് ആവേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, എബൌട്ടിൽ പോവുക, ഇവിടെ അവിടെ എബൌട്ടിൻ്റെ ID കൊടുത്താൽ മതി. എബൌട്ടിൽ ഇനി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ എബൌട്ട് സെക്ഷൻ ലോഡ് ആവും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് കോൺടാക്ട് സെക്ഷനാണ്, കോൺടാക്ട് പേജ്. അപ്പോൾ നമുക്കൊരു ഗൂഗിൾ മാപ്പും വേണം, ഒരു ഫോമും വേണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഡിവ് ക്ലാസ് കണ്ടെയ്നറും ബ്രോയൊക്കെ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡിവ് ക്ലാസ് കണ്ടെയ്നറിൻ്റെ അകത്ത് ഡിവ് ക്ലാസ് റോഡകത്ത് വേറൊരു ഡിവ്. ഇനി ഈ ഡിവിലേക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ മാപ്പ് കൊണ്ടുവരാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാപ്പിൽ പോവുക, മാപ്പ് സെലക്ട് ചെയ്യുക. ഇനി ഏതാണോ നമുക്ക് ലൊക്കേഷൻ വേണ്ടത് അത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഇവിടെ കാലിഫോർണിയ USA ഉള്ളത് ഞാൻ സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഷെയർ ഓപ്ഷനിൽ മാപ്പ് വന്നു. ഇനി ആ നെക്സ്റ്റ് ഒരു ഫോം വേണം. ഫോം നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൻ്റെ അകത്തുനിന്ന് എടുക്കാം. അപ്പോൾ ഫോംസ് ഒന്ന് സെർച്ച് ചെയ്യുക, ഈ ഒരു ഫോം തന്നെ എടുക്കാം. നമുക്ക് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്യാം. നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. ആ ഫോമും വന്നിട്ടുണ്ട്, നമ്മുടെ ഇമേജ് വന്നിട്ടുണ്ട്, അതായത് മാപ്പും വന്നിട്ടുണ്ട്. നമുക്ക് ഈ കണ്ടെയ്നറിൻ്റെ ആവശ്യമില്ല ആക്ച്വലി, നമുക്ക് പാഡിങ് വേണ്ടല്ലോ. അപ്പോൾ ഞാൻ കണ്ടെയ്നറിനെ അങ്ങ് കളയുവാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ഈ ഫോമിനെ ഇങ്ങനെ അലൈൻ ചെയ്യണം. ഫോം ഈ ഒരു സൈഡിലും അതേപോലെ മാപ്പ് ഈ ഒരു സൈഡിലും അലൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഡിവ് ക്ലാസ് റോഡകത്ത് ക്ലാസ് കോള് MD6 തന്നെ കൊടുത്താൽ പോരെ. കോൾ MD6 കൊടുത്തു. അതേപോലെ ഈ ഫോമിനും കോൾ MD6 കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ രണ്ടും അലൈനായി. നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കോണ്ടാക്ട് സെക്ഷനാണെന്ന് കൊടുത്തിട്ടില്ല അല്ലേ. div ID കോണ്ടാക്ട് കൊടുത്തു. ഇനി ആ ഡിവിനെ അങ്ങ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി ആ div ID കോണ്ടാക്റ്റിൻ്റെ അകത്ത് ഒരു H2 ടാഗിൽ നമുക്ക് കോണ്ടാക്ട് സെക്ഷൻ എന്ന് കൊടുക്കാം. കോണ്ടാക്ട് സെക്ഷൻ. ഓക്കെ, കോണ്ടാക്ട് സെക്ഷൻ എന്ന് വന്നു. ഇനി എന്താ, ഈ ID അവിടെ കൊടുക്കണ്ടേ, കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ലോഡ് ആവണ്ടേ. ഇവിടെ കോണ്ടാക്റ്റ് എന്ന് കൊടുത്തു. ഇനി സൈറ്റിൽ വന്ന് കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് കോണ്ടാക്ട് സെക്ഷൻ ലോഡ് ആവും. ഇനി നമ്മുടെ വെബ്സൈറ്റിൽ എന്താ ഉള്ളത്, കോണ്ടാക്ട് സെക്ഷൻ കഴിഞ്ഞാൽ ഒരു ഫൂട്ടർ ഉണ്ട്. ഈ ഫൂട്ടർ ഇതേപോലെ തന്നെ നമുക്ക് എവിടുന്ന് കിട്ടും, MDBന്ന് കിട്ടും. അപ്പോൾ MDBയിൽ വന്ന് ഫൂട്ടറിന് സെർച്ച് ചെയ്യുക, ഏതാണോ നമുക്ക് ഫൂട്ടർ വേണ്ടത് അത് എടുക്കുക. അപ്പോൾ എനിക്ക് ഈ ഫൂട്ടറാണ് വേണ്ടത്. ഷോ കോഡിൽ ക്ലിക്ക് ചെയ്യുക, കോഡ് കോപ്പി ചെയ്യുക, എവിടെയാണോ ഫൂട്ടർ വേണ്ടത് ആ ടാഗിൽ വരിക, പേസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ MDB മാറ്റിയിട്ട് എനിക്ക് വൺ ടീം സൊല്യൂഷൻസ് എന്നാക്കണം. ഇനി അതേപോലെ വേറെ എന്തെങ്കിലും ലിങ്ക് കൊടുക്കണം. അപ്പം അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് എഡിറ്റ് ചെയ്യാം. നമ്മുടെ എന്താണോ വേണ്ടത് ആ വാല്യൂ അങ്ങ് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് വെബ് പേജ് പോയി നോക്കാം. ഫൂട്ടറും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ആയില്ലേ, ഇതേപോലെ തന്നെ. ഇനി ഈ വെബ്സൈറ്റിൻ്റെ ഇവിടെ മൈ പ്രൊഫൈൽ സെറ്റിങ്സ് ലോഗൗട്ട് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ആ ഡിസൈനിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പേജിൽ പോകണം എന്നൊക്കെ നമുക്ക് അവിടെ hrefൻ്റെ അകത്ത് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബൂട്ട്സ്ട്രാപ്പ് മാത്രം യൂസ് ചെയ്ത് ഒരു സിംഗിൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക.